ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ക്രിസ്മസിൻ്റെ വ്ളോഗ് ഇടാൻ ലേറ്റായി. അതെനിക്ക് കുറച്ച് മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. ഇപ്പോഴും അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടൊന്നുമില്ല, എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ വോയിസ് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഏകദേശം ഭേദമായപ്പോഴാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എണീക്കാനൊക്കെ നല്ല മടിയുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ലേറ്റ് ആയിട്ടാണ് നീറ്റത്. ഞങ്ങൾ എണീക്കുന്നത് ഒരു കോളിംഗ് ബെല്ല് കേട്ടിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ നെയ്ബർ മേരി ആൻറ്റി ഉണ്ട്. അപ്പോൾ ആൻറ്റിയുടെ മോള് ക്രിസ്മസ് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോളിംഗ് ബെല്ല് അടിച്ചപ്പോൾ ഞങ്ങൾ അത് കേട്ടിട്ടാണ് നീറ്റത്. കോളിംഗ് ബെല്ല് കേട്ട് നീറ്റത് കൊണ്ട് 3 പേര് ഒരുമിച്ചിട്ടാണ് നീറ്റത്. ആദ്യം തന്നെ ഞങ്ങൾ ചെറിയ രീതിയിൽ കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതേ ചായക്ക് വെച്ചപ്പോഴാണ് കേട്ടോ അടുത്ത കോളിംഗ് ബെല്ല് കേട്ടത്. അപ്പോൾ അത് പോയി നോക്കി വരുമ്പോഴേക്കും പാല് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വരുമ്പോഴേക്കും തിളച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ തുടങ്ങിയത്. അപ്പോൾ രാവിലെ എണീറ്റത് തന്നെ ക്രിസ്മസ് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഓൾറെഡി തലേ ദിവസം ഞങ്ങൾക്ക് വിഷ്ണുവും ബ്രൈറ്റിയും കൂടിയിട്ട് ഗിഫ്റ്റ് കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു. കല്ലൂരും ഞങ്ങൾക്കൊക്കെ ഉള്ള ഗിഫ്റ്റ് കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് ആയതുകൊണ്ട് രാത്രിയിലെ ഫുഡ് വിഷ്ണുവിൻ്റെയും ബ്രൈറ്റിൻ്റെയും വീട്ടിലാണ്. അപ്പോൾ ബാക്കിയുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ അപ്പവും ചിക്കൻ മപ്പാസൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ ചിക്കൻ മപ്പാസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. ഞാൻ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ അത് ഒരു വൈറ്റ് കളറായതുകൊണ്ട് കല്ലുവിന് ഇഷ്ടമല്ല. കല്ലു തീരെ കഴിക്കില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ അത് ഉണ്ടാക്കാത്തത്. കല്ലു രാത്രി കിടക്കുമ്പോൾ പ്രത്യേകം ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റ്യൂ ആണോ ഉണ്ടാക്കുന്നത് എന്ന്. അപ്പം അത് സ്റ്റ്യൂ അല്ല എന്ന് ഉറപ്പിച്ചപ്പോഴാണ് കല്ലുവിന് സമാധാനമായത്. ചിക്കൻ മപ്പാസിൻ്റെ റെസിപ്പി ഞാൻ കുറേ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തൊരു പരിവാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്തായാലും ഇതൊക്കെ ആയി വരുമ്പോഴേക്കും കുറച്ച് ലേറ്റ് ആവും. അപ്പോഴേക്കും നമുക്ക് ചെറുതായിട്ടൊന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ഇതാണ് നമുക്ക് രാവിലെ കിട്ടിയ ഗിഫ്റ്റ്. അപ്പോൾ ഒരുപാട് ക്രിസ്മസ് സ്പെഷ്യൽ സ്നാക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂടുതലും സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു. കുറച്ച് മിഠായികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ കഴിച്ച കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്, നമ്മൾ നാട്ടിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് ആണെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കഴിച്ചപ്പോൾ വേറെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാം കുറച്ച് മധുരമുള്ള ഐറ്റംസ് ആയിരുന്നു. അതിൽ ഇതാണ് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ മധുരം ഉള്ളത് കൊണ്ടായിരിക്കാം നമുക്ക് കൂടുതലിരുന്ന് കഴിക്കാനൊന്നും പറ്റില്ല. അപ്പം എന്തായാലും കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ചെറിയൊരു കേക്ക് പോലെ ഉള്ള രണ്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒന്നത് ഈ പ്ലം കേക്കിൻ്റെ ഒക്കെ ഒരു കളറായിട്ട്, ഇത് പ്ലം കേക്ക് അല്ല, പക്ഷെ ഒരു നമ്മൾ അരിപ്പൊടിയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന എന്തോ ഒരു ഐറ്റമാണ്. അത് കുറേ ലെയേർഡ് ആയിട്ടുള്ളൊരു സംഭവം. ഇതും കുറച്ച് മധുരമുള്ള നമ്മൾ സാധാ കഴിക്കുന്ന പോലെ വാനില കേക്കൊക്കെ ഇല്ലേ, അതുപോലെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു സാധനം എന്താണെന്നുള്ളത് എനിക്ക് വലിയൊരു ഐഡിയ കിട്ടിയില്ല. പിന്നെ കല്ലിന് പറ്റിയ കുറച്ച് ചോക്ലേറ്റും ജില്ലീസും ഒക്കെ ആയിരുന്നു. അതെ, ഇതെന്തൊക്കെയാന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ തൽക്കാലം നമ്മുടെ വിശപ്പൊക്കെ ഒന്ന് മാറ്റുന്നത്. അപ്പൊ ഇതില്ലെങ്കിലും നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള എന്തെങ്കിലും വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തുടങ്ങാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാതും ഒന്ന് ടേസ്റ്റ് ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാതും എടുത്തിട്ടുണ്ട്. അങ്ങനെ കൂടുതലൊന്നും നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ല, എന്നാലും തൽക്കാലം ഒരു ആശ്വാസത്തിന് ഒക്കെ കുറേശ്ശെ എല്ലാവരും കഴിച്ചിട്ടുണ്ട്. പിന്നെ കല്ലു ബിസ്ക്കറ്റാണ് കേട്ടോ കഴിക്കുന്നത്. കല്ലു ആകെ കഴിക്കുന്ന ഒരു ബിസ്ക്കറ്റാണ് ഡാർക്ക് ഫാൻസി. വേറെ കല്ലു പ്രത്യേകിച്ച് ബേക്കറി ആയിട്ടും അങ്ങനെ വേറെ ഒന്നും കഴിക്കാറില്ല. അപ്പോൾ ഇത് ഇടയ്ക്ക് കഴിക്കാറുണ്ട്. ഇതുപോലെ രാവിലെ ലേറ്റ് ആകുമ്പോഴും ഒക്കെ ഒന്ന് ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് ഫാൻറ്റസി കഴിക്കാറുണ്ട്. പിന്നെ കല്ലു ഇന്നത്തെ സ്പെഷ്യൽ കഴിക്കുന്നുള്ളത് എനിക്ക് ഉറപ്പൊന്നുമില്ല. അപ്പോൾ കല്ലുവിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോറൊക്കെ വെച്ചിട്ടുണ്ട്, കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഏട്ടനിതാ നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങാപ്പാലിനുള്ള തേങ്ങയൊക്കെ ചിരവുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിത് കറിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ വഴറ്റി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടാണ് ആദ്യം വഴറ്റിയത്. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു മസാല തയ്യാറാക്കാനുണ്ട്. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ അതുപോലെ മല്ലിയില ഒക്കെ ഇട്ടിട്ട് അരച്ചിട്ട് നമുക്ക് ആ ഉള്ളി വഴറ്റിയിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് മെയിനായിട്ട് മുളക് പൊടിയൊന്നും ഇതിൽ ഇടുന്നില്ല. പെരുംജീരകത്തിൻ്റെ പൊടിയും മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് ആദ്യം 2-ാം പാല് വേവിച്ചിട്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് കാഷ്നട്ടിൻ്റെ പേസ്റ്റും പിന്നെ അവസാനം
ഒന്നാം പാലും കൂടി ചേർത്തിട്ടാണ് ഈ കറി ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇതിന്റെ അരി എല്ലാം കൂടിയിട്ട് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ട് ഇതെല്ലാം അരച്ചു വെച്ചിട്ട് പിന്നെയും കിടന്നുറങ്ങിയതാണ് കേട്ടോ. പിന്നെ ദേ ഈ കറിയിലേക്ക് ബ്രെഡും നല്ല അടിപൊളിയായിരിക്കും. അപ്പൊ ഞാൻ ബ്രെഡ് ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അങ്ങനെ ദേ ഞങ്ങള് കഴിക്കാൻ പോവാണ്. ആദ്യം ഞങ്ങളെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് കേട്ടോ ശരിക്കും കഴിക്കാനിരിക്കുന്നത്. അപ്പോൾ കല്ലു കഴിച്ചപ്പോൾ തന്നെ കല്ലിന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഹാപ്പിയായി. കാരണം കല്ലു കഴിക്കാത്തൊരു സംഭവം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അവള് മാത്രം കഴിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഇത് കല്ലൂന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഹാപ്പി ആയിട്ടോ. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് മട്ടണോ ബീഫോ പോർക്കൊക്കെ അല്ലേ കൂടുതൽ സ്പെഷ്യൽ. പക്ഷെ ഞങ്ങൾ 3 പേർക്കും കോമൺ ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കഴിക്കുന്നതോ ആയിട്ടുള്ള ഒരു സാധനമാണ് ചിക്കൻ. അപ്പൊ ചിക്കന്റെ എല്ലാ ഐറ്റംസും ഇഷ്ടമാണ്. പിന്നെ ഏട്ടൻ എല്ലാ മീറ്റും കഴിക്കും. ഞാനും കല്ലുമൊക്കെ കുറച്ച് സെലക്റ്റീവ് ആണ്, എല്ലാതും കഴിക്കില്ല. ഉച്ചയ്ക്കാണ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്നത്. ഇനി രാത്രിയിലെ ഫുഡ് നേരത്തെ പറഞ്ഞ പോലെ വിഷ്ണുവിന്റെ ബ്രൈറ്റിയുടെ വീട്ടിലായിരിക്കും. അപ്പൊ ഇനി അതിന്റെ ഇടയിൽ നമുക്കിനി കഴിക്കാൻ സമയമൊന്നുമില്ല. ചോറിനിപ്പോ എന്തായാലും കല്ലും കഴിക്കില്ല, കാരണം നല്ല രീതിയിൽ തന്നെ എല്ലാരും കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനതൊക്കെ ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങളും എല്ലാ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ പണിയിലാണ്. അപ്പൊ ഏട്ടൻ പാത്രം കഴുകിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടൻ അതൊക്കെ കഴുകുകയാണ്. ഞാൻ അപ്പോഴേക്കും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ്. പിന്നെ ഇനി ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും നമുക്ക് ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ടൈം നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടൊന്ന് റെസ്റ്റ് എടുക്കാനുള്ള ഒരു ടൈമാണ്. ഏട്ടനും ഹെൽപ്പ് ചെയ്ത കാരണം എല്ലാ ജോലികളും പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരുപാട് സമയം ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം പുറത്ത് പോകണമെന്നൊക്കെ വിചാരിച്ചു, പിന്നെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ് കേട്ടോ. എന്തായാലും വൈകുന്നേരം ആയപ്പോ പിന്നെ ഞങ്ങളിതേ പോവാൻ റെഡി ആയി നിൽക്കാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 7:30 ആയിട്ടുണ്ട്. നമ്മളെ ഏകദേശം തൊട്ടടുത്ത് തന്നെയാണ്, 5 മിനിറ്റിന്റെ ദൂരേ ഉള്ളൂ. അപ്പോൾ അതിനു മുൻപ് നമ്മള് ഷോപ്പിലൊക്കെ ഒന്ന് കയറാനുണ്ടായിരുന്നു. അപ്പൊ എന്തേലും ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. പിന്നെ കല്ലിനും ഐസ്ക്രീം ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ വയ്യാത്തത് കൊണ്ട് ആള് ആ കാര്യത്തിലൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ റെഡിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ വാങ്ങിച്ചു തരാം, അസുഖമൊക്കെ മാറിയിട്ട് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ഞങ്ങൾക്കും എല്ലാവർക്കും മൊത്തത്തില് അസുഖങ്ങളാണ്. അവിടെയും കുട്ടികൾക്കൊക്കെ വയ്യാതിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടേക്കും നമ്മൾ ഐസ്ക്രീം ഒന്നും വാങ്ങിക്കാതിരുന്നത്. അങ്ങനെ നേരെ കുറച്ച് നേരമൊക്കെ പോയി ഇരുന്നിട്ട് നമ്മൾ നേരെ ഫുഡ് എടുക്കുകയാണ് ചെയ്തത്. അതെ ജോഷുവിന്റെ നെറ്റിയിലൊരു മുറിവൊക്കെ ആയിട്ടുണ്ട്. കട്ടിലിന്റെ മുകളിൽ വെച്ചിട്ട് ഇടിച്ചതാണ് കേട്ടോ. അപ്പൊ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ക്രിസ്മസിന്റെ തലേ ദിവസം അല്ല, അതിന്റെ തലേ ദിവസമാണ് രാത്രി ഇങ്ങനെ പറ്റിയത്. അപ്പൊ എന്നിട്ട് 1 ഡേ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അതെ കല്ലും ജോഷും കൂടിയിട്ട് ഒരുമിച്ചാണ് കേട്ടോ ഇന്ന് കഴിക്കുന്നത്. ബിരിയാണിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ, ഗോവ സ്പെഷ്യൽ ബിരിയാണിയാണ്. പിന്നെ ദാ അതിന്റെ കൂടെ കഴിക്കാൻ തൈരും പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. വെജ് കട്ട്ലേറ്റ് ആണ് കേട്ടോ. അപ്പൊ ഞങ്ങളിത് എല്ലാരും കൂടി ഒരുമിച്ചാണ് ഇരുന്ന് കഴിക്കുന്നത്. 2 പേര് ഉറക്കത്തിലാണ്. ഞങ്ങൾ കഴിച്ചു കഴിയുമ്പോഴേക്കും പിന്നെ അവരിതേ ഓരോരുത്തർ എണീറ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കല്ലുതേ ആദ്യം വേഗം ഫുഡ് കഴിച്ചിട്ട് വേണ്ടാന്നൊക്കെ പറഞ്ഞു പോയി. പിന്നെ വീണ്ടും ഏട്ടന്റെ കൂടെ ഇരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ. കല്ലുവിന് അവിടെ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെ എല്ലാവരുമായിട്ട് കളിക്കാനും അല്ലെങ്കിൽ കല്ലു അവര് വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ അവർക്കും ഇങ്ങോട്ട് വരാനും അല്ലെങ്കിൽ കല്ലൂനായിട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ ആളിത് താഴത്തേക്ക് പോയിട്ട് ടേബിളിന്റെ അടിയിൽ പോയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ വേഗം എടുത്തു കൊടുന്നതാണ് കേട്ടോ. അവിടെ പോയിട്ട് നിലത്ത് വീണതൊക്കെ പറക്കി കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ വേഗം പോയിട്ട് എടുത്തു. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല ഫുഡായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നതാണ്. നല്ല ഫുഡ് തന്നെയായിരുന്നു. കല്ലുവിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കല്ലുവിന് മാത്രമല്ല ഞങ്ങൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ദേ ക്രിസ്മസ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് വിഷ്ണുവിന്റെയും ബ്രൈറ്റിയുടെയും ആനിവേഴ്സറി. കഴിഞ്ഞ വർഷം ഇതുപോലെ നമ്മള് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് പിന്നെ എല്ലാവരും പുറത്തിറങ്ങി അവര് നേരെ പുറത്ത് പോയിട്ടോ. അപ്പൊ ഇപ്രാവശ്യം എല്ലാവർക്കും ഫുള്ള് ക്ഷീണമായതുകൊണ്ട് ഞങ്ങളും പുറത്ത് പോണില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവരും പുറത്ത് പോണില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ചു നേരം ഇവിടെ ഫുഡൊക്കെ കഴിച്ച് കുറെ നേരം ഇരുന്ന് കളിച്ചിട്ട് അങ്ങനെ പോവാന്ന് വിചാരിച്ചു. അപ്പൊ പോവാൻ നേരത്ത് അവര് പറഞ്ഞു അവര് പുറത്ത് പോവാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ പിന്നെ കല്ലുവിനൊരു സമാധാനമില്ല. കല്ലു പറഞ്ഞു നമുക്കും പുറത്ത് പോവാന്ന്.
അങ്ങനെ ദേ ഞങ്ങള് നേരെ വീട്ടിൽ പോയിട്ട് പിന്നെ കുറച്ച് ചൂടുവെള്ളമൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എടുത്തിട്ടാണ് പിന്നെ പോണത്. ക്രിസ്മസിന്റെ അന്ന് ആവുമ്പോഴേക്കും പ്രോഗ്രാമുകളും ഒന്നും എവിടെയും ഉണ്ടായിരുന്നില്ല. എന്നാലും വെറുതെ ഇറങ്ങിയതാണ്. കഴിഞ്ഞ വർഷം ഞങ്ങള് ക്രിസ്മസിന്റെ തലേ ദിവസം ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നു നൈറ്റില്. അന്ന് കുറേ ചർച്ചിലും 2, 3 ചർച്ചിലും അതുപോലെ കുറേ ദൂരം പോയി. അപ്പൊ അത്യാവശ്യം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നിപ്പോ ഇത് ക്രിസ്മസിന്റെ അന്നാവുമ്പോഴേക്കും പ്രത്യേകിച്ച് പ്രോഗ്രാമുകളൊന്നും എവിടെയും കണ്ടില്ല. ഞങ്ങൾ വന്നത് വേറെ റൂട്ടാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പോയ അതേ സ്ഥലമല്ല, വേറെ സ്ഥലത്തേക്കാണ് പോയത്. അപ്പൊ ഈ ഭാഗത്ത് നമ്മള് 23-ാം തീയതി വരെയായിരുന്നു തോന്നുന്നു മെയിൻ ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാമും. 23, 24 ഉണ്ടായിരുന്നു. അപ്പൊ ക്രിസ്മസിന്റെ അന്നാവുമ്പോഴേക്കും പ്രത്യേകിച്ച് പ്രോഗ്രാമുകളൊന്നും തന്നെ കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതുപോലെ ദേ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കിട്ടിയ കാരണം രക്ഷപ്പെട്ടു വന്നതിനൊരു കാര്യമായി. അപ്പൊ കല്ലുവിന് കഴിഞ്ഞ വർഷത്തെ ഒന്നും അങ്ങനെ ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇത് കണ്ടപ്പോ കല്ല് ഭയങ്കര ഹാപ്പി ആയിട്ടാ. പിന്നെ അതില് ആ മീനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുറെ നേരം അവിടെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ പോയ സമയത്ത് അധികം ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒന്ന് രണ്ട് പേര് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ പോയി കുറച്ച് കാണാൻ തുടങ്ങിയപ്പോഴേക്കും ഇതുപോലെ ഓരോ ഫാമിലി ഒക്കെ ആയിട്ട് വരാൻ തുടങ്ങി. നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നത്തെ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ ഇത് ഒറിജിനൽ ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചു നേരം അവിടെ തന്നെ നിന്നിട്ട്. അപ്പൊ ആള് കണ്ണൊക്കെ തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു. എന്നാലും പെട്ടെന്ന് ആദ്യം പോയപ്പോ ഞാൻ ഒറിജിനൽ ആണോ എന്നൊക്കെ വിചാരിച്ച് അവിടെ കുറച്ചു നേരം നിന്നു. പിന്നെ മനസ്സിലായി, കണ്ണ് തുറക്കുന്നതിന് മുൻപ് തന്നെ മനസ്സിലായി. പിന്നെ ദാ കല്ലൂന് അവിടുന്ന് ഇങ്ങോട്ട് പോരാൻ കുറച്ച് മടിയുണ്ടായിരുന്നു. അവിടുന്ന് കുറെ നേരം അതുകൊണ്ട് അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. നമ്മള് ക്രിസ്മസിന് ഇങ്ങനെ പുറത്ത് പോണ്ടാന്നൊക്കെ വിചാരിച്ചതാണ്, വയ്യാത്തത് കൊണ്ടൊക്കെ. നമുക്ക് ന്യൂ ഇയറിന് പുറത്ത് പോവാ എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ കല്ലുവിന്റെ ഒരൊറ്റ നിർബന്ധം കൊണ്ട് വന്നതാണ്. അങ്ങനെ കുറച്ചു നേരമൊക്കെ അവിടെ നിന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോന്നു. ഞങ്ങൾ പോകുന്ന സമയത്ത് കുറച്ച് ദൂരം കൂടിയൊക്കെ പോയി നോക്കി ട്ടോ, ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ചായയൊക്കെ കിട്ടുന്ന കടയൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വരുമ്പോ കുടിക്കാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് നോക്കുമ്പോഴേക്കും ഷോപ്പ് അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു നിരാശയിൽ പിന്നെ വേഗം വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തുമ്പോഴേക്കും കല്ല് നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തുന്ന സമയം ഏകദേശം 2 മണിയാണ്. 12 മണിക്കാണ് ഞങ്ങൾ പോയത്. എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.